ഹലോ ഗേസ്, എല്ലാവർക്കും നമസ്കാരം. ഫിനിക്സ് ഫ്രീക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് സൗദി അറേബ്യയിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ വ്ളോഗ് ചെയ്യുന്നത്. നമുക്ക് ട്രാവൽ വ്ളോഗായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് വീഡിയോ ആയിട്ട് ജിദ്ദയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ജിദ്ദയിൽ നിന്ന്. അപ്പോൾ ജിദ്ദയിൽ നിന്ന് തന്നെയായിട്ട് നമ്മൾ വീഡിയോ ആരംഭിക്കുന്നത്. ജിദ്ദയെക്കുറിച്ച് പറയുകയാണെങ്കിൽ GCC രാജ്യങ്ങളിലെ ഏറ്റവും വലിയ രാജ്യമാണ് സൗദി അറേബ്യ. ചെങ്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയിലെ സമ്പന്നമായ വാണിജ്യ നഗരമാണ് ജിദ്ദ. അതുകൊണ്ട് തന്നെ ജിദ്ദ നഗരം ചെങ്കടലിൻ്റെ റാണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മക്ക പ്രൊവിൻസിലെ ഏറ്റവും വലിയ നഗരം തലസ്ഥാന നഗരമായ റിയാദ് കഴിഞ്ഞാൽ രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമാണ് ജിദ്ദ. മക്ക, മദീന എന്നീ പ്രധാന പുണ്യനഗരങ്ങളിലേക്കുള്ള ഏറ്റവും പുണ്യനഗരങ്ങളിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ് ജിദ്ദ എന്ന് പറയുന്ന സ്ഥലം. ഒരു മത്സ്യബന്ധന ഗ്രാമം സ്ഥാപിച്ചുകൊണ്ടാണ് ജിദ്ദ നഗരം ആരംഭിക്കുന്നതെന്നാണ് ജിദ്ദ ബലദിയയിലെ പുരാവസ്തു ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയത്. ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഹജ്ജിന് വരുന്നവർക്ക് വേണ്ടിയിട്ട് ജിദ്ദ തീരത്തെ തുറമുഖമാക്കിയതോടുകൂടിയാണ് ഈ നഗരത്തിന് കൂടുതൽ പ്രാധാന്യമേറിയത്. ബുറൈമാൻ താഴ്വരയിൽ BC 323-നും 356 ഇടയ്ക്ക് അലക്സാണ്ടർ ചക്രവർത്തി സന്ദർശനം നടത്തിയതായിട്ട് ഈ ഭാഗത്ത് ഖനനം നടത്തി കിട്ടിയ ശിലാലിപികളിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഇന്ന് ജിദ്ദ എന്ന ഈ പേര് കിട്ടിയത് മനുഷ്യ കുലത്തിൻ്റെ മാതാവായിട്ടില്ല, അതായത് ഏറ്റവും ആദ്യം മാതാവായിട്ടുള്ള മാതാവും പിതാവൊക്കെ ഉള്ള ആദമും ഹവ്വയും ആണല്ലോ. അപ്പോൾ മനുഷ്യകുലത്തിൻ്റെ മാതാവായിട്ടുള്ള ഹവ്വ ബീബിയിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. മഹദിയുടെ ഖബറ്, അതായത് മരിച്ച ഖബർസ്ഥാൻ ജിദ്ദയിലാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് മുത്തശ്ശി അല്ലെങ്കിൽ വല്യമ്മ, അമ്മൂമ്മ എന്നൊക്കെ അർത്ഥം വരുന്ന അറബി വാക്കായ ജദ് അലി ജദ്ദ എന്ന വാക്കിൽ നിന്നുമാണ് ഇന്നത്തെ ജിദ്ദ എന്ന പേര് ലഭിച്ചിരിക്കുന്നത്. ജിദ്ദയിൽ മാത്രം ആകെ 3 എയർപോർട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതായത് സൗത്ത് ടെർമിനൽ, നോർത്ത് ടെർമിനൽ, ടെർമിനൽ 1. എന്നാൽ കൊറോണയ്ക്ക് മുൻപ് വരെ സൗദിയുടെ ഔദ്യോഗിക വിമാന കമ്പനിയായ സൗദി എയർലൈൻസ് ഇറങ്ങിയിരുന്നത് സൗത്ത് ടെർമിനലിലായിരുന്നു.
എന്നാൽ ഏകദേശം 2018 പ്രവർത്തനം ആരംഭിച്ച ജിദ്ദയിലെ പുതിയ എയർപോർട്ടായ ടെർമിനൽ 1 കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി. സൗത്ത് ടെർമിനലിലെ എല്ലാ സർവീസുകളും പുതിയ എയർപോർട്ടായ ടെർമിനൽ 1 മാറ്റി. അത് മാറ്റിയെന്ന് മാത്രമല്ല, സൗത്ത് ടെർമിനൽ അടച്ചു പൂട്ടുകയും ചെയ്തു. ഇപ്പോൾ അവിടെ കൊറോണ സെൻ്ററാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 2 എയർപോർട്ടുകളാണുള്ളത്. അതിലൊന്നാണ് നമ്മുടെ നോർത്ത് ടെർമിനലും അതുപോലെ തന്നെ ടെർമിനൽ 1 ആണ് ഇപ്പോൾ നിലവിലുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ടെർമിനൽ 1 പിന്നെ നോർത്ത് ടെർമിനൽ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സൗത്ത് ടെർമിനൽ അടച്ചുപൂട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ടെർമിനൽ 1 ആണ് മക്ക മദീന ഹറമൈൻ റെയിൽവേ പാത പോകുന്നത്. എയർപോർട്ടിൽ നിന്ന് ട്രെയിനിൽ വഴി റെയിൽ മാർഗം നമുക്ക് മക്കയിലേക്കും മദീനയിലേക്കും എത്തിപ്പെടാനുള്ള സർവീസുകൾ ഇതുവഴിയാണ് ആരംഭിച്ചിരിക്കുന്നത്. പുതിയ ടെർമിനൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടിലൊന്നായി മാറുകയാണ്. ആഗോള വിമാനത്താവളങ്ങളുടെ ശൃംഖലയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ മികവിനും പിന്നെ പ്രവർത്തന വഴക്കത്തിനും യോജിപ്പുള്ള കണക്ടിവിറ്റിക്കും നിരവധി വിമാന കമ്പനികളുടെ അന്താരാഷ്ട്ര കേന്ദ്രമായി ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് വിമാനത്താവളങ്ങളിൽ അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ കിങ് അബ്ദുൽ അസീസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി മാറിയിരിക്കുകയാണ്. കൂടാതെ 2018 ഉയർന്ന എണ്ണം യാത്രക്കാരെ കൈകാര്യം ചെയ്ത സൗദിയിലെ പ്രമുഖ വിമാനത്താവളം ഒന്നായി ടെർമിനൽ 1 എന്ന പുതിയ എയർപോർട്ട് മാറിയിട്ടുണ്ട്. 2018 35.8 ബില്യൺ യാത്രക്കാർ വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്തു എന്നാണ് കണക്കാക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ, അതായത് ഗാക്ക എന്നതിൻ്റെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുകയാണ് ടെർമിനൽ 1. അതായത് ടെർമിനൽ 1 എന്നറിയപ്പെടുന്ന പുതിയ വിമാനത്താവളം ലക്ഷ്യമിടുന്നത് നാവിഗേഷൻ വികസനം കൈവരിക്കുന്നതിനും എയർലൈൻ സേവനങ്ങളിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനും യാത്രക്കാരുടെ അനുഭവം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും ഒരു പ്രവർത്തന മികവ് സൃഷ്ടിക്കുന്നതിനും ഗാക്ക ശ്രമിക്കുന്നുണ്ട്. അതായത് കസ്റ്റമർ എത്ര കണ്ട് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നുള്ളത് ഈ ഗാക്ക ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മികച്ച യാത്രക്കാർക്ക് മികച്ച യാത്രാ സേവനം നൽകുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജിദ്ദ എയർപോർട്ട് ടെർമിനൽ 1 2018 മുതൽ സർവീസിലാണ്. അതായത് ഓപ്പണിങ്ങിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 8,10,000 ചതുരശ്ര മീറ്റർ മൊത്തം ഉപരിതലമുള്ള 46 ബോർഡിംഗ് ഗേറ്റുകൾ, അത് ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ഉൾക്കൊള്ളുന്ന 30 ദശലക്ഷം ആളുകൾ കൈകാര്യം ചെയ്യാൻ ഈ എയർപോർട്ടിന് സാധിക്കും. സൗത്ത് ടെർമിനലിൻ്റെ എല്ലാ വിമാന സർവീസുകളും 2020 ആദ്യ ഭാഗത്തിൽ കൊറോണൻ്റെ ലോക്ക്ഡൗൺ എല്ലാ സമയത്ത് പുതിയ എയർപോർട്ടിലേക്ക് മാറ്റി. നോർത്ത് ടെർമിനലിൽ ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ട്. അവ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. ഫ്ലൈറ്റുകൾ നോർത്ത് ടെർമിനലിൽ ഇറങ്ങുന്ന ഫ്ലൈറ്റുകൾ ഇപ്പോൾ പതുക്കെ മാറ്റുള്ളൂ. അത് എന്നാണ് മാറ്റുന്നുള്ളത് വിമാന കമ്പനിമാർ തീരുമാനിച്ചിട്ടില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്.
കടൽ മീനുകൾ മാത്രമാണ്, മറ്റുള്ള മീനുകളില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകം വെള്ളം സജ്ജീകരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ അക്വേറിയം അവിടെ വെച്ച് തന്നെ, അതായത് എയർപോർട്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ വെച്ച് തന്നെ കട്ടിയുള്ള ഗ്ലാസുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പ്രത്യേകം സംവിധാനം ചെയ്ത് ഉണ്ടാക്കിയ അക്വേറിയമാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഗ്ലാസ് ഇല്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കടലിൻ്റെ അടിയിൽ നോക്കുന്ന അതേ ഫീലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ലോങ് ടേം പാർക്കിങ്ങിലല്ലാതെ അത് എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ, അതായത് എയർപോർട്ടിൽ അണ്ടർഗ്രൗണ്ടിൽ ടാക്സികൾ നിർത്തുന്ന ഭാഗത്തേക്ക് നിങ്ങൾക്ക് ആളുകൾ എടുക്കാൻ പോവുകയാണ് എങ്കിൽ നിർബന്ധമായിട്ടും ഗേറ്റ് പാസ് എടുക്കേണ്ടി വരും. ഗേറ്റ് പാസ് എടുക്കാൻ 5 റിയാൽ അങ്ങോട്ട് ഗേറ്റ് പാസ് കൊടുക്കേണ്ടി വരും. അത് പ്രൈവറ്റ് കമ്പനികൾ ഏറ്റെടുത്തതാണ്, അതായത് കോൺട്രാക്റ്റ് എടുത്തതാണ്. അല്ല എങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ടാക്സികൾ വിളിക്കേണ്ടി വരും. ടാക്സി വിളിക്കുകയാണെങ്കിൽ മിനിമം ചാർജ് 65-70 റിയാൽ ആണ് ഏകദേശം കണക്ക് വരുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാഹനത്തിനനുസരിച്ച് അതിൻ്റെ റേറ്റ് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗേറ്റ് പാസ് നിർബന്ധമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ സ്വന്തം വാഹനത്തിലല്ല പോകുന്നത്, ടാക്സി വിളിക്കുകയാണെങ്കിൽ അക്വേറിയത്തിന് താഴെ വന്നിട്ട് അവിടെ പണം അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ടാക്സി ലഭിക്കുകയുള്ളൂ. പ്രീപെയ്ഡ് ടാക്സിയാണ് ഉള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആദ്യം തന്നെ പൈസ അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങൾ പറഞ്ഞ ലൊക്കേഷനിൽ അല്ല എങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. പൊതുവേ ടാക്സിക്ക് ചാർജ് കൂടുതലാണ് എയർപോർട്ടിലുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ എയർപോർട്ടിലെ ATC ടവർ, എയർ ട്രാഫിക് കൺട്രോൾ ടവർ, ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടി 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ടവർ കൂടിയാണ് എന്നൊരു പ്രത്യേകത കൂടി ഈ എയർപോർട്ടിനുണ്ട്. ാറ് ബോർഡിംഗ് ഗേറ്റുകളും 94 എയറോ ബ്രിഡ്ജുകളും ഈ എയർപോർട്ടിലുണ്ട് എന്നത് മറ്റൊരു പ്രത്യേകത തന്നെയാണ്. $21,000 പാർക്കിംഗ് ഏരിയകൾ ഈ എയർപോർട്ടിലുണ്ട്. എയർപോർട്ടിൻ്റെ ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ 8,10,000 സ്ക്വയർ മീറ്ററാണ്.
നിൽക്കട്ടെ ഒരു മിനിറ്റ് അവിടെ നിൽക്കി. വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. വീഡിയോ മുഴുവൻ കാണേണ്ട ഇടയിൽ കൂടെ അവിടെ വേറെല്ലെങ്കിൽ പൊന്നിച്ചിരിക്കണ അടയാളം കാണാം. അതിമ്പോൾ നിൽക്കിയ നീല ലൈറ്റിന് കത്തും. പിന്നെ തൊട്ടപ്പുറത്തിനുണ്ട് ഒരു അമ്പുമ്പിലെ ചിത്രം. അതിമ്പോൾ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചങ്ങന്മാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി. ഓരും കാണട്ടെ എന്ന്, കാണാത്ത കാര്യങ്ങളല്ലേ, ഓരൊക്കെ ഒന്ന് കാണട്ടെ. പിന്നെ നിങ്ങൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ആ ചോപ്പ് സബ്സ്ക്രൈബ് എന്നിട്ടുണ്ട്, അതിമ്പോൾ കൂടെ നോക്കിക്കളി. അപ്പോൾ എന്താ നിങ്ങൾ നമ്മളെ ഈ ട്രാവൽ ഗ്രൂപ്പിലെ അംഗമായിക്കോളും. പിന്നെ അത് കുറച്ചപ്പുറം കിടുങ്ങാമണി ഉണ്ടല്ലോ, അത് അടിച്ചാൽ പൊടിച്ചാളി. അപ്പോൾ പെർഫെക്റ്റ് ഓക്കെ അല്ലേ, സെറ്റല്ലേ? അപ്പോൾ പിന്നെ ഓക്കെ, ഇനി അടിപൊളി ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് ഇനിയും വരും. അതുവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ.